ഹലോ ഹലോ, എന്താണ് എല്ലാവരും എന്തു പറയുന്നു? ഇന്നത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ കണ്ടാലോ? ഇന്നേ ഞങ്ങൾക്ക് ഇഡലിയും സാമ്പാറും മുട്ട പുളിച്ചയുമാണേ. ഇഡലി മാവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതല്ലായിരുന്നു, അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സെപ്റ്റോ ചെയ്യിച്ചതാണ് കേട്ടോ. കാര്യം പറയാലോ, മാവ് വളരെ മോശമായിരുന്നു. ഇഡലി ഒട്ടും പൊന്തിയില്ല. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം. ഇനി അടുത്ത ടാസ്ക് മുട്ട പുളിസൈ എങ്ങനെ പൊട്ടാതെ പ്ലേറ്റിലോട്ട് ഇടാന്നുള്ളതാണ് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ പൊട്ടും, മനുഷ്യരല്ലേ പുള്ളേ, അപ്പോൾ പൊട്ടുമൊക്കെ ചെയ്യും. എന്നാലും ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പൊട്ടിക്കാതെ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നൊരു നിർവൃതി ഉണ്ടല്ലോ, എവിടെയൊക്കെ എന്തൊക്കെയല്ലോ വെട്ടിപ്പിടിച്ചൊരു ഫീലില്ലേ, അതാണ് കേട്ടോ എനിക്ക് ഉണ്ടായത്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടും ആമി നല്ല ഉറക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പതിയെ എഴുന്നേക്കട്ടെ എന്ന് കരുതി. എക്സാം ഒക്കെ എടുത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു കാര്യം ഉണ്ടായടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആമി സ്കൂളിൽ മൊന മാറ്റുന്ന നമ്മൾ പണ്ടത്തെ പെൻസിലില്ലേ, ആ ഒരു ഗൾഫ് പെൻസിൽ, അതും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 3 പെൻസിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആമി ഒരു പെൻസിലല്ലേ അമ്മ തന്നിട്ടുള്ളൂ, ഇതെന്താ 3 പെൻസിൽ എന്ന് ചോദിച്ചേ. ഞാൻ സാധാരണ 2 പെൻസിലാണ് കൊടുത്തയക്കുന്നത്, നോർമൽ പെൻസിലും പിന്നെ ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പെൻസിലും വെക്കാറുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 കൂടെ കണ്ടപ്പോഴാണ് കേട്ടോ ഞാനിത് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെയുള്ള പെൻസിൽ ഇല്ലാന്നേ. ഇവളെ വല്യച്ഛനാണെങ്കിൽ ഗൾഫിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ മോഡൽ സാധനങ്ങളും ഇവക്ക് വരുന്ന ടൈമൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പം ഞാൻ ഓർത്തത്, പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ ആരും ഗൾഫിലല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഗൾഫുകാരുടെ മക്കൾ ഇതുപോലുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ട് കേട്ടോ. നമ്മളും അന്ന് കുട്ടിയല്ലേ. അതിന് വലിയൊരു ഉദാഹരണമാണ് കേട്ടോ നമ്മളെ പണ്ടത്തെ നടരാജൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഓർമ്മയില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.